ആദ്യമായിട്ടാണ് ഒരു കേരളത്തിന് 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടുന്നത്. അത് ഈ ഒരു റിസൾട്ടും കൂടെ വരുന്നതോടുകൂടി 10 വർഷം എന്നുള്ള ആ ഒരു ടേം അത് താങ്കൾ പൂർത്തിയാക്കും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച മുഖ്യമന്ത്രി എന്നുള്ള ഒരു റെക്കോർഡ് താങ്കൾക്ക് ലഭിക്കും. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് റിസൾട്ട് വരുന്നതോടുകൂടി അതും പൂർത്തിയാവും. അപ്പോൾ അത് മാത്രമല്ല, 1970 താങ്കൾ ആദ്യമായിട്ട് MLA ആയിട്ട് നിയമസഭയിലേക്ക് വരുന്നത്, അല്ലേ? 25 വയസ്സുള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് മുതൽ ഇത്രയും വർഷമുള്ള രാഷ്ട്രീയ പാരമ്പര്യം, പിന്നെ കേരളത്തിലെ തന്നെ, പിന്നെ ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി, പിന്നെ ദീർഘകാലം ഏറ്റവും കൂടുതൽ കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നതിൻ്റെ ക്രെഡിറ്റ്, അങ്ങനെ ധാരാളം ക്രെഡിറ്റുകളുള്ള ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് താങ്കളോടൊപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും. പക്ഷേ എനിക്കത് ചോദിക്കാതെ തുടങ്ങാൻ പറ്റില്ല. സോ എന്താണ് അടുത്ത ഒരു പ്രതീക്ഷ? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തെരഞ്ഞെടുപ്പിൽ നല്ല ശുഭപ്രതീക്ഷയിലാണുള്ളത്. കാരണം ജനങ്ങൾ നടന്ന പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായുള്ള വിധി പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു പതിവ് 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരിക എന്നുള്ളതായിരുന്നു. അത് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി മാറുന്നു. എന്നാൽ 2021 ആ പതിവ് ജനങ്ങൾ മാറ്റി. 2016 മുതൽ 2021 വരെ അധികാരത്തിൽ ഇരുന്ന LDFന് തന്നെ തുടർ ഭരണം സമ്മാനിച്ചു. അത് സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെടുത്തൊരു നിലപാടാണ്. ഒരുപാട് കാര്യങ്ങൾ LDFനെ അപകീർത്തിപ്പെടുത്താൻ ആ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴും ചെയ്യുന്നില്ലേ? അല്ല, ആ ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ ഘട്ടത്തിൽ അത് വലിയ തോതിലായിരുന്നു. പക്ഷേ ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല. നേരത്തെ ഉള്ളതിനേക്കാളും സീറ്റ് വർദ്ധിപ്പിച്ച് 99 സീറ്റോടെ LDFനെ അധികാരത്തിലെത്തി. ഇത്തവണ നെക്സ്റ്റ് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഈ 1970 താങ്കൾ ആദ്യമായിട്ട് MLA ആയിട്ട് പോകുന്ന സമയത്ത് തിരുവനന്തപുരത്ത്, ഞാനിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത്, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് പുറപ്പെട്ട് രാത്രിയിലൊരു 10 മണിയോടുകൂടി തലശ്ശേരിയിൽ വന്ന് താമസിച്ച് ആണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഷൂട്ടിന് വേണ്ടി വന്നത്. അപ്പോൾ ഏകദേശം 8 മണിക്കൂർ എടുത്തു എനിക്കിന്ന് 266 കിലോമീറ്റർ ഇന്നലെ വണ്ടി ഓടിച്ച് വരാൻ. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പണി നടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ പെരുന്നാളിൻ്റെ സമയത്തെ ആ തിരക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും 1970 താങ്കൾ ആദ്യമായിട്ട് MLA ആയ സമയത്ത് അന്ന് ഈ ഇവിടെ നിന്നും തലശ്ശേരിയിൽ നിന്ന് അല്ലെങ്കിൽ പിണറായിയിൽ നിന്ന് ഈ പറഞ്ഞ കണ്ണൂരിലേക്കുള്ള യാത്രകളൊക്കെ എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു? അന്ന് തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. ഇല്ല. അന്ന് ട്രെയിൻ ഇല്ല. ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. എറണാകുളം വരെ ബ്രോഡ് ഗേജ്, എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് മീറ്റർ ഗേജ്. ഇതായിരുന്നു നില. അപ്പോൾ ഞങ്ങളെപ്പോഴും യാത്ര ചെയ്തിരുന്നത് ഡീലക്സ് ബസ്സിലാണ്. കണ്ണൂർ ഡീലക്സ്. അതെ, സിനിമ കണ്ടിട്ടുള്ള ബസ്. ഓക്കെ. ആ ഡീലക്സ് ബസ്സിലാണ് നല്ല പ്രായമുള്ളവരും യാത്ര ചെയ്യുക. ഞാൻ മാത്രമല്ല, നല്ല പ്രായമുള്ളവർ. കാരണം അന്നത്തെ ഏറ്റവും കൂടുതൽ സൗകര്യം അതാണ്. ഓക്കെ. അതിൽ യാത്ര ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് വൈകുന്നേരം 5 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. ഇന്നും ഉണ്ടോ ബസ്? ഉണ്ട്. പക്ഷേ അവിടെ എത്തുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ദീർഘമായ യാത്രയാണ്. അപ്പോൾ അതായിരുന്നു പ്രശ്നം. ഇപ്പോൾ ട്രെയിനിന് യാത്ര ചെയ്യേണ്ടി വന്നാൽ എറണാകുളത്ത് ഇറങ്ങണം, മറ്റേ വണ്ടി പിടിക്കണം, അതിന് പോകണം. അങ്ങനെയൊരു അതിനാരും മെനക്കെടില്ല. മിക്കവാറും ഈ ഡീലക്സിന് തന്നെ പോകുന്ന നിലയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകാമല്ലോ അല്ലേ? അതെ, അതാണ് സ്വീകരിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിൻ്റെ സമയം വന്നു, പിന്നെ ഡയറക്റ്റ് ട്രെയിൻ കണക്ടിവിറ്റി ആയി അല്ലേ? ഡയറക്റ്റ് ട്രെയിൻ വരാൻ പിന്നെയും 3-4 വർഷം എടുത്തു. അതിനുശേഷമാണ് ഡയറക്റ്റ് ട്രെയിൻ വരുന്നത്. ഓക്കെ. ഇന്നിപ്പോൾ നമുക്ക് വന്ദേ ഭാരത് വരെ വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വന്ദേ ഭാരത് വരെ ആയുള്ളൂ. നമ്മൾ കൂടുതൽ ശ്രമിച്ചതായിരുന്നു. അതെ, പക്ഷെ അത് പ്രാവർത്തികമായില്ല. പിന്നെ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടായി.
അതെ. അപ്പോൾ ദിവസം ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അത് വലിയ കണക്ടിവിറ്റി ഇല്ല, എന്നാലും നേരത്തെ 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ഒന്നാക്കി കുറച്ച് കളഞ്ഞവർ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് രാവിലെയാണ്, വൈകുന്നേരമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഫ്ലൈറ്റാണുള്ളത്. പക്ഷേ അതിന് എറണാകുളം ഒരു കണക്ഷൻ കൂടിയുണ്ട്. എറണാകുളം ഇറങ്ങിയിട്ടാണ് വരുന്നത്. പക്ഷേ 2-3 ദിവസം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, തിരുവനന്തപുരം കണ്ണൂർ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉണ്ട്. അത് കുറേ കൂടി സൗകര്യമുണ്ട്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. 25 വയസ്സിൽ അന്ന് 1970 ശ്രീ പിണറായി വിജയൻ MLA ആയ ആ ഒരു റെക്കോർഡ് ഇന്നും ഇതുവരെ ആരും ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും അതിലും പ്രായം കുറഞ്ഞൊരു MLA അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു MLA അതിനുശേഷം ഇതുവരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാനതങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അത്രയും പ്രായം കുറഞ്ഞ ഒരു MLA താങ്കൾ അന്ന് 1970 ആയതിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് ആ ഒരു ക്രെഡിറ്റും കൂടെ ഉണ്ട്. ഞാനത് നോക്കിയിട്ടില്ല. യെസ്.